കോടതിയിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാറുണ്ടെന്ന് ആന്റണി രാജു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയതെന്നും ആന്റണി രാജു പറഞ്ഞു. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. സിജോ വി ജോൺ ചേർന്നു. സിജോ, കോടതി തീരുമാനത്തിൽ ആന്റണി രാജുവിന്റെ മറുപടി രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആന്റണി രാജു പ്രതികരിച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലുള്ള കേസ് വരികയും ചെയ്തത്. ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയതാണ്. അന്ന് തന്നെ പ്രതിപട്ടിയിലോട്ട് വന്നിരുന്നില്ല. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം മറ്റ് 3 പേരെയാണ് പ്രതികളാക്കിയിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം അല്പസമയത്തിനും തന്നെ വരുന്ന നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ്. അതിൽ പ്രോസിക്യൂഷൻ ഉച്ചയ്ക്ക് മുമ്പ് ഒരു ഉപഹർജി സമർപ്പിച്ചിരുന്നു. ഇതിൽ IPC 409 ക്രിമിനൽ വിശ്വാസവഞ്ചന വകുപ്പ് പ്രകാരം 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ആ വകുപ്പുകൾ പ്രകാരമുള്ള അത്ര ഉയർന്ന ശിക്ഷ ഇപ്പോൾ ഈ വിചാരണ കോടതി, ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഴുവൻ ശിക്ഷാവിധിയും CJM കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തിരുന്നു. അല്പസമയം തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ ഈ കോടതിക്ക് വിധിക്കാൻ പറ്റുന്ന ശിക്ഷ ഉള്ള വകുപ്പുകളുള്ളത് ഒരുപക്ഷെ ഇവിടെ ശിക്ഷ വിധിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ കോടതിയിലേക്ക്, CJM കോടതിയിലേക്ക് ഇതിന്റെ ഓർഡറിനായി ശിക്ഷാവിധിക്കായി മാറ്റുകയും ചെയ്യാം. ശരി സിജോ, ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആന്റണി രാജു നേരത്തെ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കേസ് നടപടികൾ വീണ്ടും തുടങ്ങിയതെന്നും ആന്റണി രാജു പറയുകയുണ്ടായി. എന്തായാലും തൊണ്ടി മുതൽ കേസിൽ ഉത്തരവ് അല്പസമയത്തിനകം കോടതി പരിഗണിച്ച് ഉത്തരവ് വരും. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോഴും വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ഇത് പ്രതിപക്ഷം കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യമാണ്. ഇത്തരത്തിലൊരു കേസ് മുന്നണിയിൽ വരുന്നത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ തിരിച്ചടിയാണ്. എന്തായിരിക്കും വിധി എന്നതിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷം കടക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് എന്തായാലും പലയിടങ്ങളിലും പ്രതിഷേധമുയർന്നു. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന്റെ കോലം കത്തിക്കുന്നതിലേക്കൊക്കെ പ്രതിഷേധങ്ങൾ എത്തിയിട്ടുണ്ട്. തൊണ്ടി മുതൽ കേസിലാണ് നിരപരാധിയാണെന്ന് ആന്റണി രാജു പറയുമ്പോഴും കോടതിയുടെ നിരീക്ഷണവും ഉത്തരവും വരാനിരിക്കും.